നമുക്കൊന്നൊരു അടിപൊളി ടേസ്റ്റിൽ കപ്പയും മുരിങ്ങയും കറി വെച്ചാലോ? ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായി ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പോളം മുരിങ്ങയിലയും. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിന്നിവിടെ ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടി ഗ്യാസിൽ വെച്ച് കത്തിച്ച് കഴുകി വൃത്തിയാക്കിയ കപ്പ അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കപ്പയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കപ്പ വേകാൻ വെക്കാം. ഇനി നമുക്ക് കപ്പ വേകുന്നതിന് മുമ്പ് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ പോലും ഇതിലില്ല കേട്ടോ. അരമുറിയുടെയും പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ കപ്പയെല്ലാം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. കപ്പയുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും കറി വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായി വേകണം. വെന്തതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഉപ്പും മുളകും ഞാൻ ചേർക്കാറുള്ളൂ. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായി തന്നെ കപ്പ ഉടച്ചെടുക്കണം. ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഉടച്ചെടുക്കാം. നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1-2 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും.
ആവശ്യമെങ്കിൽ അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ചെറുതായി തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലോട്ട് 2-3 വറ്റൽമുളകും ചെറുതായി അരിഞ്ഞ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി കപ്പയും മുരിങ്ങയും കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.